ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിങ്ങൾക്ക് അനൂപിനോട് സംസാരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. എന്താണ് സർ? ഇയാളുടെ ജീവൻ അപകടത്തിലാണ്. ഇപ്പോൾ ഇയാൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ പോലീസ് സ്റ്റേഷനാണ്. സർ, മനസ്സിലായില്ല. ഈ നഗരം ഭരിക്കുന്ന ചെങ്കൽ മധു എന്ന ഗുണ്ടയുടെ സഹോദരിയാണ് കൊല്ലപ്പെട്ടത്. അതിനേക്കാൾ വലിയ പ്രശ്നം, ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഇയാൾ മനഃപൂർവ്വം ഇടിച്ചു കൊന്നതാണെന്നാണ് അവന്മാർ പറയുന്നത്. ഇയാളെ കിട്ടിയ അവന്മാർ തീർത്തു കളയും. അനൂപിനെ കസ്റ്റഡിയിലെടുത്തതുകൊണ്ട് തൽക്കാലം ഇയാളുടെ ജീവന് ഭീഷണിയില്ല. പക്ഷേ അവർ നിങ്ങളുടെ വീട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നാളെ ഇയാളെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. 14 ദിവസം കോടതി ഇയാളെ റിമാൻഡ് ചെയ്യും. അതിനിടയിൽ മധുവുമായുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത് തീർക്കാൻ നോക്ക്. ഇക്കാര്യത്തിൽ പോലീസിന് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇതൊരു സാധാരണ ആക്സിഡന്റ് ആണെന്ന് ഞങ്ങൾക്കും അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളിപ്പോ അനൂപിനോട് സംസാരിച്ചിട്ട് തിരിച്ചു വയ്ക്കോളൂ. മോളെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അനുപേട്ടൻ വിഷമിക്കണ്ട. CSR പറഞ്ഞത് വെച്ച് നോക്കുമ്പോ തൽക്കാലം ഇത് തന്നെയാണ് സേഫ്. കേട്ടതനുസരിച്ച് ചെങ്കൽ മധു എന്ന് പറയുന്ന ഗുണ്ട വലിയ സ്വാധീനമുള്ള ആളാ. സ്റ്റേഷനിലേക്ക് വരുന്ന വഴി അയാളെക്കുറിച്ച് പോലീസുകാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അയാളുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ഒന്നൊരു സ്ത്രീയാ. മറ്റേത് അവളുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ശരി, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. കണ്ടുപിടിക്കാം. ഓക്കെ അളിയാ, അണ്ണൻ പറഞ്ഞു ഇവരെ ഫോളോ ചെയ്തോളാൻ. അനുപേട്ടൻ വിഷമിക്കണ്ട. അയാള് എത്ര വലിയ ഗുണ്ടയായാലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കില്ലല്ലോ. ഗർഭിണിയായ ഒരു സ്ത്രീയാ കൊല്ലപ്പെട്ടത്. അവരത് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അയാൾ ഈ നഗരമല്ല, രാജ്യം ഭരിക്കുന്ന ആളായാലും ഞാൻ അയാളെ പോയി കാണും. എന്റെ ഏട്ടനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ല. എന്തും ചെയ്യാൻ തയ്യാറായ ഒരു വലിയ സംഘം അയാളുടെ കൂടെയുണ്ട്. അതൊന്നും ഓർത്ത് അനുപേട്ടൻ പേടിക്കണ്ട. എന്ത് ചെയ്തിട്ടായാലും അനുപേട്ടനെ ഞങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തും. അത് ഞങ്ങളുടെ കടമയാണ്. മതി, കുറെ സമയമായി. അനുപേട്ട, ഞങ്ങൾ പോട്ടെ. അമ്മയുടെ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടി. CSR പറഞ്ഞു കേട്ടില്ലേ, അവർ നമ്മുടെ വീട് ആക്രമിച്ചേക്കാം.